ശരി, ശ്രീ വി ആർ അനൂപ് ഇവിടെ CPM പ്രതിപക്ഷത്തിലാണ്. CPM പ്രതിപക്ഷത്തുള്ളപ്പോഴൊക്കെ CPM മാത്രമല്ല, SFI, DYFI അടക്കമുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടന മുഴുവൻ വീണ്ടും സമരസജ്ജമാകും. സമരസംഘടന എന്നുള്ളതാണ് CPM പൊതുവെ പറയാറുള്ളത്. ഭരണത്തിലിരിക്കുമ്പോൾ നേരത്തെ ശ്രീ കെ അനിൽകുമാർ പറയുന്നത് പോലെ സംസാരിക്കാനും തെരുവിലിറങ്ങാനൊക്കെ പരിമിതി ഉണ്ടാവും. ആ പരിമിതിയിൽ ഉണ്ടാതിരുന്നു. ഇനിയിപ്പോൾ തെരുവിലാണ്. ഈ പറയുന്ന പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അടക്കം, ഈ പറയുന്ന കിഫ്ബി പൂട്ടിക്കൊണ്ടുള്ള നടപടിയടക്കം ഓരോന്നോരോന്ന് വരുമ്പോഴും UDF സർക്കാർ പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ LDF നടത്തിയ സമരം പോലെയൊന്നുമല്ല. സമരത്തിൻ്റെ വേലിയേറ്റം. ശ്രീ വി ആർ അനൂപ് ചേട്ടനെ, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പട്ടയം കൊടുത്തു, പക്ഷെ നന്ദിയില്ലാത്ത ബ്ലഡി ഫെല്ലോസായ ജനങ്ങൾ അതൊന്നും തിരിച്ചറിയാതെ ഞങ്ങളെ ചതിച്ചു. ജനങ്ങൾക്കാണ് കുറ്റം. ഇതെല്ലാ കാലത്തും CPM പറയുന്നതല്ലേ. CPM ഞങ്ങൾ ഉയർത്തിയ വിമർശനം നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ലല്ലോ, NDA ഘടകകക്ഷി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പോലും കത്തെഴുതിയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മിസ്റ്റർ അനിൽകുമാർ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ടോ? ഈ പറയുന്ന ഗൾഫിൽ പോയി സ്വാതന്ത്ര്യ സമരത്തിനല്ല, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ജോലി എടുക്കാൻ പോയ ആളല്ല. അവിടെ ചെക്ക് കേസിൽ പ്രതിയായ NDA ഘടകകക്ഷി നേതാവിനെ പുറത്തിറക്കാൻ കത്തെഴുതിയ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതിനുള്ള മറുപടിയാണ് അനിൽകുമാറെ ജനങ്ങൾ നിങ്ങൾക്ക് തന്നത്. ഞാനൊരു കാര്യം പറയാം, ജനങ്ങളെ നിങ്ങളായാലും ഞങ്ങളായാലും അത് ബഹുമാനിച്ചിട്ട് തിരിച്ചടി ഉണ്ടാവും. ഞങ്ങളൊരു കാര്യം പറയാം, ഇവിടെ കെ അനിൽകുമാർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി. അതായത് ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിന്റെ അടക്കം കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചു, അതിൽ ജനം വീണുപോയി എന്ന് പറഞ്ഞാൽ അല്ല, ജനത്തെ അധിക്ഷേപിച്ചാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല അതിലേക്ക് ഞാൻ വരാന്നേ. അദ്ദേഹം പറയുന്നത് എന്താ, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഹാഷ്മി. പിന്നെ ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുള്ള പാടാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ആയാലും M ലിജു ആയാലും ഒരു വള്ളത്തിലെ കാൽ വെക്കൂ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ വള്ളത്തിലാ. അതുകൊണ്ടാണ് അവർ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത സ്വീകരണ സമ്മേളനത്തിൽ നിന്ന് അവർ മാറി നിന്നതെന്നേ. അവരെ സംബന്ധിച്ച് പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയമായ നിലപാട്, രാഷ്ട്രീയമായ ഉത്തരവാദിത്ത അവിടെ പോയി പ്രശംസിക്കാൻ അവർ നിന്നിട്ടില്ലല്ലോ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് വലുത് എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടെന്നേ. അതുകൊണ്ടല്ലേ അത്ര ഒരു നിലപാടെടുത്തത്. ഞങ്ങളുടെ സർവ്വാധാരണീയനായ നേതാവ് VM സുധീരൻ ഇപ്പൊ മഹേശന്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്ന പറഞ്ഞ് കത്തെഴുതിയിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടിലുള്ള അണികൾ വരെ ഞങ്ങളത് കൃത്യമായി ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടിയിലെ താഴെത്തട്ടുള്ള അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കും. ഒരു സംശയം വേണ്ട. വെള്ളാപ്പള്ളിക്കെതിരാണ് മാൻഡേറ്റ് എങ്കിൽ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് തന്നെ സ്വീകരിക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ആർക്കും സംശയമുള്ളത്, തെറ്റുപറ്റിയിട്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തും. അല്ലാതെ പിണറായി പറയുന്നതാണ് ശരി, പിണറായി സരസ്വതി കടാക്ഷമുള്ള നാവിന്റെ ഉടമയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അത് ശരി, അങ്ങനെ തന്നെ എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങളൊന്നും. പിന്നെ ഇവിടെ സംഘപരിവാറിന്റെ BJPയുടെ പ്രതിനിധി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്തോ വലിയ വർഗീയ പാർട്ടിയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ഇവിടെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയിട്ടില്ല, ഒരു വംശീയ കലാപവും നടത്തിയിട്ടില്ല, ഗർഭിണിയുടെ ഭ്രൂണം ചൊരിഞ്ഞിട്ടില്ല, ഇവിടെ ഒരാളെ അതിക്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നടത്തിയ ഒരു ഒരു വംശഹത്യ പരിശ്രമം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സാമുദായിക പാർട്ടിയാണെന്നേ. മുസ്ലിം ജനവിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ നിങ്ങളുടെ വർഗീയതയുമായിട്ടൊന്നും തുലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കതിന് നിലപാടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് പല വിയോജിപ്പുള്ള ആളാണ്, ഞാൻ പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി നടത്തിയതിന് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്താ യുക്തിയുള്ളത്? ഇപ്പോൾ ലോകത്ത് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, അത് നടത്തുന്നതിന് ഉത്തരം CPM പറയോ? അതിനൊന്നും കാര്യമില്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വർഗീയതക്കെതിരെ, വർഗീയ ധ്രുവീകരണ പരിശ്രമങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റാ. അത് ഉൾക്കൊള്ളാൻ CPM തയ്യാറാവണം, ഞങ്ങളും തയ്യാറാവണം. BJPക്ക് ഒരു പാടാ. അജണ്ടകൾക്ക് സമീപകാല ഭാവിയിലൊന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.